ഇന്ന് രാവിലെ തന്നെ കൊളായിട്ടോ. എന്താണെന്നറിയോ? വേറൊന്നുമല്ല. ഞാൻ ഇന്നലെ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ അവിടുത്തെ ചേച്ചി എന്നെക്കൊണ്ട് പറഞ്ഞ് ബിരിയാണി പുട്ടുണ്ട് പറഞ്ഞിട്ട് ഏതോ ഒരു കമ്പനിയുടെയാണ്. അത് മേടിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെക്കൊണ്ട് മേടിപ്പിച്ചു. ഞാൻ എന്നിട്ട് അത് ട്രൈ ചെയ്ത് നോക്കി ട്ടോ. ബിരിയാണി പോലെ ടേസ്റ്റൊക്കെ ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ച് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് മണമൊക്കെ സൂപ്പറായിട്ടുണ്ട്. പക്ഷേ കഴിച്ച് നോക്കിയപ്പോഴോ അതിൻ്റെ റിയാക്ഷൻ ഇതാ ഇപ്പോൾ കാണാം ട്ടോ. അപ്പോൾ ദാ അതിൽ നമ്മൾ നൂഡിൽസിലൊക്കെ ഉണ്ടാവില്ലേ ഒരു സാധനം ഒറിഗാനോ ആണോ എന്നൊരു സംശയം. അതേ ഒരു സാധനമൊക്കെ ഉണ്ട്. കഴിച്ച് നോക്കിയപ്പോൾ ഇതാ നോക്കൂ. അച്ഛൻ വന്നിട്ട് അപ്പോഴും പറഞ്ഞതാ മേടിക്കണ്ടാന്ന്. അപ്പോൾ അച്ഛൻ പറയാണ് നല്ല ടേസ്റ്റ് ഇല്ലേ, നീ തന്നെ കഴിച്ചോ, ഫുള്ള് നിനക്കുള്ളത് തന്നെയാണെന്ന് പറയാണ്. വായിൽ വെക്കാൻ കൊള്ളില്ല, അത്രയ്ക്ക് ടേസ്റ്റേ ഉണ്ടായിരുന്നില്ല. എനിക്ക് ആകെ എന്തോ പോലെയായി. വയറിനൊക്കെ പിന്നെ എന്തോ ഒരു അസ്വസ്ഥത പോലെ ആയിട്ടോ. പക്ഷേ കഴിച്ച് തീർക്കണ്ടേ വിചാരിച്ചിട്ട് ഞാൻ കഴിച്ചതാണ് കേട്ടോ. കാണാൻ നല്ല രസമൊക്കെ ഉണ്ട്, ഒരു സ്മെല്ലൊക്കെ ഉണ്ട്. പക്ഷേ അത് കണ്ടോ, അങ്ങനെ എന്തോ ഒരു സാധനം ഉണ്ടായിരുന്നു അതിൽ. ബിരിയാണിയുടെ ഒരു ടേസ്റ്റും ഇല്ല. പിന്നെ എങ്ങനെയൊക്കെയോ കഴിച്ച് ലാസ്റ്റ് ഞാൻ കുറച്ച് മതിയാക്കി. വയറൊക്കെ ആകെ എന്തോ പോലെ ഉണ്ടായിരുന്നു. എങ്ങനെയൊക്കെയോ കഴിച്ചു കുറച്ച്. എല്ലാവരും അമ്മയും അച്ഛനൊക്കെ വന്ന് കളിയാക്കുമായിരുന്നു. അപ്പോഴും മേടിക്കണ്ട പറഞ്ഞതല്ലേ പറഞ്ഞിട്ട്. ആ ചേച്ചി എന്നെക്കൊണ്ട് നിർബന്ധിച്ച് മേടിച്ചതാണ്. പുതിയ കമ്പനിയാണ്, എല്ലാവരും മേടിച്ച് പോവുന്നുണ്ട്, നല്ല ഐറ്റമാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം നിങ്ങൾ ഇതിനു മുമ്പ് ബിരിയാണി പുട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എൻ്റെ അതേ അനുഭവമാണോ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണത്? ലാസ്റ്റ് മതിയായിട്ട് ഞാൻ എണീച്ച് പോയി. അതിനുശേഷം ഞാനും ഉണ്ണിയും പെട്ടെന്ന് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ചെയ്യാൻ വിചാരിച്ചു കേട്ടോ. അപ്പോൾ മോം സൺ കോംബോ ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു ചാട്ടത്തിൽ ഞങ്ങളിത് ആ ഡ്രസ്സ് മാറ്റി. അപ്പോൾ അതിൻ്റെ വീഡിയോ വേറൊരു വീഡിയോ ഇട്ട് തന്നെ ഇടാം കേട്ടോ. അപ്പോൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോകുന്നത് അമ്മമ്മയുടെ വീട്ടിലേക്കാണ്. അവിടെ ചെന്നിട്ട് ഞാൻ രാവിലെ ഒന്നും കഴിച്ചില്ല പറഞ്ഞില്ലേ. അപ്പോൾ വീണ്ടും 2 ഇഡ്ഡലിയും ചട്നിയൊക്കെ കഴിച്ചു കേട്ടോ അവിടെ ചെന്നപ്പോൾ. അമ്പാടിക്ക് ശക്തിയില്ല. അയ്യേ, ജിമ്മ് അത്ര ജിമ്മ്. അമ്പാടി മാമയ്ക്ക് ശക്തിയില്ല. ശേഷം ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് വിശന്നപ്പോൾ ഞങ്ങൾ ബർഗർ ഓർഡർ ചെയ്തു. പിന്നെ ഒരു ഷേക്കും കൂടിയിട്ട് ഓർഡർ ചെയ്തു കേട്ടോ. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഓൺലൈനിൽ ഷേക്ക് വരുത്തണത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഷാർജ ഷേക്കാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ബർഗറും ഓർഡർ ചെയ്തു. നന്നായി പാക്കിംഗ് ഒക്കെ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർ സ്ട്രോ വെക്കാൻ മറന്നു പോകുന്നു കേട്ടോ. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി അത് ഷെയർ ചെയ്തിട്ട് കുടിച്ചു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാനും ഉണ്ണിയും കൂടിയിട്ട് ബർഗർ കഴിച്ചു കേട്ടോ. പിന്നെ ഞാൻ എന്നും കിടക്കണതിന് മുമ്പായിട്ട് ഉണ്ണിയുടെ കൂടെ കളിക്കും കേട്ടോ. അപ്പം അങ്ങനെ ഞങ്ങളിപ്പോൾ കണ്ടുപിടിച്ചൊരു കളിയാണ്. എന്താ വെച്ചാൽ ABCD അങ്ങനെയൊക്കെ എഴുതിയിട്ട്. അപ്പോൾ അവന് എപ്പോഴും അതിങ്ങനെ റീഡ് ചെയ്യുമ്പോൾ അവന് മനസ്സിലാവുമല്ലോ A ആണ് B ആണ് C ആണ് എന്നൊക്കെ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ എന്നിട്ട് ജീം ബൂമ്പ പറഞ്ഞിട്ട് ഇടും കേട്ടോ. അപ്പോൾ എന്നിട്ട് അവനെ കൊണ്ട് തന്നെ വായിപ്പിക്കും ഏതാണ് ലെറ്റർ എന്നൊക്കെ. അങ്ങനെ അവനിപ്പോൾ കുറച്ചൊക്കെ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു പഠിക്കണ രീതിയിലും കൂടി ആയിട്ടാണ് ഇങ്ങനെ ഒരു ഗെയിം കളിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കുട്ടികൾക്കും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ അവർ വേഗം ആൽഫബറ്റ്സും നമ്പേഴ്സൊക്കെ പഠിക്കും. അങ്ങനെ ഇപ്പോൾ ഉണ്ണിക്ക് ഒരുവിധമൊക്കെ അറിയാം കേട്ടോ. അപ്പോൾ ട്രീ വരയ്ക്കും, പിന്നെ ABCD അങ്ങനെ കുറച്ചൊക്കെ എഴുതും കേട്ടോ. പിന്നെ അതിന് ശേഷം ഞങ്ങൾ തൃശ്ശൂർക്ക് ഒന്ന് പെട്ടെന്ന് പോകേണ്ടി വന്നു. അനിയത്തി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അവളെ കൂട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തൃശ്ശൂർക്ക് പോയി കേട്ടോ. പിന്നെ ഇങ്ങനെ തൃശ്ശൂർ സർക്കിളിലെത്തിയപ്പോൾ ഫുള്ള് ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് എന്താണെന്ന് മനസ്സിലായില്ല. നല്ല ലൈറ്റൊക്കെ ഇട്ടുണ്ടായിരുന്നു. നല്ല സൂപ്പറായിരുന്നു കേട്ടോ കാണാൻ. സർക്കിളിൽ ഫുള്ള് ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ആയിരുന്നു. വേറെ ഫങ്ഷനായിട്ടൊന്നും കണ്ടില്ല. വെറും ലൈറ്റ് എല്ലാവിടെയും ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിനി എപ്പോഴും ഉണ്ടോയെന്നൊന്നും അറിയില്ല കേട്ടോ. ഞങ്ങളിപ്പോൾ പോയപ്പോൾ കണ്ടതാണ്. അപ്പോൾ ഈ സമയത്ത് കുട്ടികളൊക്കെ കൊണ്ട് പോകാന്ന് വെച്ചാൽ അവർക്ക് നല്ല രസമുണ്ടാവും. അപ്പോൾ അങ്ങനെ സർക്കിൾ ഫുള്ളായിട്ട് ഇങ്ങനെ ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്.
അപ്പോൾ ഇതാണ് എൻ്റെ അനിയത്തി. അപ്പോൾ മിഠായി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. മീറ്റ് മൈ സിസ്റ്റർ റിമ രമേശ്. അപ്പോൾ അവൾ സർപ്രൈസ് ഉണ്ട് പറഞ്ഞിട്ട് കൊണ്ടുവന്നതാണ്. എന്താ കൊണ്ടുവന്നത് നോക്കിയപ്പോൾ മിഠായി, ഗുലാബ് ജാം, പേട, അങ്ങനെ കുറേ സാധനങ്ങളാണ് കേട്ടോ. അപ്പം നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നവർക്ക് എന്തെങ്കിലും ചെറിയ മിഠായിയെങ്കിലും കൊണ്ടുവരുന്നത് നമുക്കും ഒരു സന്തോഷമാണ്. ഞാനങ്ങനെ പണ്ട് ട്രെയിൻ ഇറങ്ങി വരുമ്പോൾ വീട്ടിലേക്ക് ഒരു പഴംപൊരിയെങ്കിലും മേടിച്ചിട്ട് വരും. അപ്പോൾ അവർ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണല്ലോ. അപ്പോൾ അവർക്ക് എന്തെങ്കിലും കൊണ്ടുപോകുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അത് എത്ര വലുതായാലും എത്ര ചെറിയ ഒരു മിഠായി ആണെങ്കിലും അത് മനസ്സിനൊരു വലിയ സന്തോഷമാണ് കേട്ടോ. അപ്പോൾ അതാ അവൾ വന്നു. കുറേ ദിവസത്തിന് ശേഷം, കുറേ മാസത്തിന് ശേഷമാണ് കാണുന്നത്. പിന്നെ അവൾക്കൊരു ചായയൊക്കെ ഉണ്ടാക്കി കൊടുത്ത് ഇത് കുടിച്ച് നോക്കാണ്ട് തന്നെ സൂപ്പറായിട്ടുണ്ട് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു കുടിച്ച് നോക്കിയിട്ട് പറയ് പറഞ്ഞു. അവൾ വീഡിയോയ്ക്ക് വേണ്ടി പറഞ്ഞതാണ് സൂപ്പറായിട്ടുണ്ടെന്ന്. ശരിക്കും കുടിച്ച് നോക്കിയിട്ട് പറയാൻ പറഞ്ഞു കേട്ടോ. അതിന് ശേഷം ഞങ്ങൾ കർക്കിടക കഞ്ഞി കുടിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ശരിക്കും നല്ല കയ്പ്പാണ് എനിക്ക് എപ്പോഴും കഴിക്കുമ്പോൾ. പക്ഷേ ഇപ്പോൾ അമ്മായി ഉണ്ടാക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതും പപ്പടം കൂട്ടിയിട്ട് കഴിച്ചു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒരു 5-10 മിനിറ്റായി ഇതിൻ്റെ പിന്നാലെ കളിക്കണു. ഇത് കേട് വന്ന് വിചാരിച്ചിട്ട് എറിഞ്ഞ് പൊട്ടിക്കാൻ നിൽക്കുകയായിരുന്നു. ഇതാ കാണിച്ചു തരാം. ഇതാ ഇപ്പം ഇത് കത്തണില്ല. ഇപ്പം കത്തുണ്ട്. ലൈറ്റ് ഓഫ് ചെയ്താൽ മാത്രമേ ഇത് കത്തുള്ളൂ. ഞങ്ങൾ കേട് വന്ന് വിചാരിച്ചിട്ട് എറിഞ്ഞ് പൊട്ടിക്കാൻ നിൽക്കുകയായിരുന്നു. ഓൺലൈനല്ലേ, വിശ്വസിക്കാൻ പറ്റില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ. ഞങ്ങളെ ഇഷ്ടപ്പെട്ട ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്. നന്നായി